ഹലോ. നമസ്കാരം. ഞാനിവിടെ ഒരു ചെറിയ മിമിക്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. മിമിക്രി എന്ന കലാരൂപത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശബ്ദാനുകരണമാണ്. ഞാനിവിടെ ഏതാനും സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഒന്ന് ശബ്ദാനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ട് ഞാനൊരു മരുന്ന് കച്ചവടക്കാരന്റെ ഒച്ചയാണ് കേൾപ്പിക്കാൻ പോണത്. സുഹൃത്തുക്കളെ, എരിച്ചുതേറ്റൽ, പൊളിച്ചുതേറ്റൽ, വയറുകമ്പിക്കൽ, ഗ്യാസിന്റെ അസുഖം, അങ്ങനെ വയറ് സംബന്ധമായ എല്ലാവിധ അസുഖങ്ങൾക്കും അയ്മോദന സത്വമായി ഗുളിക അത്യുത്തമമാണ്. സുഹൃത്തുക്കളെ, രാവിലെ ആകുമ്പോൾ അമ്മ മോനോട് ചോദിക്കും, മോന് ചോറ് തരട്ടെ എന്ന്. മോന് വേണ്ട, വിശപ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി കുറച്ച് കടുങ്കാപ്പിയിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ചേർത്ത് കൊടുക്കുക. രാവിലെ ആകുമ്പോൾ കൊച്ചുങ്ങൾ രാജാക്കന്മാർ തൂറുന്നത് പോലെ അങ്ങ് തൂറിപ്പോക്കോളും. ധാരാളം ക്രിമികീടങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കും. സാമ്പിൾ തരാൻ ആരും പൈസ തരേണ്ടതായിട്ടില്ല. ചെറിയ കോപ്പി 5, വലിയ കോപ്പി 10. അടുത്തതായി മലയാളത്തിലെ പഴയകാല നടൻ മധു. മുലപ്പാല് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ പശുവും പാല് കുടിച്ചെന്നിരിക്കും. എന്നെ കരുതി കാളയെ കയറി ബാപ്പാന്ന് വിളിക്കൂടാ പാപ്പി. അടുത്തതായിട്ട് പഴയകാല വില്ലൻ ഉമ്മർ. മഹേശ്വരി, ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ബാലകലോത്സവം ഇത് ഓർമ്മയിരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ പഴയകാല നായകൻ പ്രേം നസീർ. മണ്ടിപ്പടി ആ പ്രേമത്തെ പറ്റി പാടി നടന്ന് ആ പ്രേം നസീർ എന്ന പേരും കിട്ടി. അയക്കാണ്ട് ആ ചെട്ടിക്കുളങ്ങര ആ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ആ ഉത്സവം കണ്ടു നടക്കുമ്പോൾ അടുത്തതായി നിത്യഹരിത നായകൻ സത്യം. അമ്മ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത്? കുട്ടികളുണ്ടാവുന്ന മോഹവുമായി ചോറ്റാനിക്കര ഭജനയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോ മുറ്റം നിറയെ കുട്ടികൾ. സരള തെറ്റേറ്റ്. അടുത്തതായിട്ട് നമ്മുടെ പഴയകാല വില്ലനും ഇപ്പോഴത്തെ ഹാസ്യ നടനുമായ ജനാർദ്ദനൻ. കാലല്ലടാ, അവന്റെ കാലം തല്ലി ഓടിക്കാനാ പറഞ്ഞേ. എടാ എന്തോ ദേ പോടൂടാ, എന്റെ 2 കാലം തല്ലി ഓടിക്കടാ അവന്റെ 2 കാലം. അടുത്തതായി പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ ഈയപ്പൻ എന്ന കഥാപാത്രം. രാവിലെ മുതൽ ഓരോരുത്തരിക്കുക. പട്ടുഷിയോട് കാണാൻ പറ്റുമോ? പട്ടുഷി അവിടെ എണ്ണെടുക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങുക, ഞാൻ കാണിച്ചു തരാം പട്ടുഷിയെ. അടുത്തതായി ചില രാഷ്ട്രീയ നേതാക്കളാണ്. ആദ്യമായി നമ്മുടെ കേന്ദ്രമന്ത്രി ആന്റണി. വേലിയിരുന്ന പാമ്പിനെടുത്ത് നിയോജകമെടുത്ത് വെച്ച മാതിരി അവസ്ഥ. ഇത് വളരെ വളരെ പ്രിയാണ്. അടുത്തതായി പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഇനി കൊത്ത കൈപ്പത്തി ഉയർത്തിയ മകട്ടിയൂത്തി വല്ലറ്റുപെട്ടിയിലാക്കി അങ്ങ് പറശ്ശേരിക്കടവിലേക്ക് അയക്കും. അടുത്തായി ഒരു നഴ്സറി കുട്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന എങ്ങനെയാ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
പോയ കാലം കാറ്റിനക്കരെ പോയ കാലം ടീച്ചറെ മാറ്റി പറഞ്ഞു എനിക്ക് മുള്ള ഇത്രയും അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ കലാവിരുദ്ധ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.